4 വർഷങ്ങളായി ജോലിക്ക് വേണ്ടി നിയമപോരാട്ടം നടത്തുകയാണ് കുണ്ടറ വെള്ളിമൺ സ്വദേശി ക്ലീറ്റസ് ലോറൻസ്. പെരിനാട് കാപെക്സ് കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരനാണ് ക്ലീറ്റസ്. 30 വർഷമായി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും 48 മാസമായി യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. പെരിനാട്ടിലെ കാപെക്സ് കശുവണ്ടി ഫാക്ടറി ജീവനക്കാരനാണ് ക്ലീറ്റസ്. 2022-ൽ കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും പെരുമ്പുഴയിലേക്ക് മാറാൻ കാപെക്സിൽ നിന്നും ഓർഡർ വന്നിരുന്നു. സൊസൈറ്റി മുഖാന്തരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് സ്ഥലം മാറ്റം നൽകാൻ കഴിയില്ല എന്ന 2014-ലെ വാണിജ്യ വ്യവസായ ഡയറക്ടറുടെ ഉത്തരവ് മൂലം ഇവിടെ നിന്ന് മാറാൻ കഴിയില്ല എന്ന് ക്ലീറ്റസ് കാപെക്സിനെ അറിയിച്ചു. 2023-ൽ സ്ഥലം മാറ്റം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിയും വന്നു. വീണ്ടും കമ്പനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഹൈക്കോടതി ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാൻ ഉത്തരവിട്ടു. ഈ ഉത്തരവ് പ്രകാരം 2026 ജനുവരി 6 വരെയായിരുന്നു കോടതിയുടെ സ്റ്റേ. ഈ സ്റ്റേ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ ജോലിയിൽ കയറാൻ ഉത്തരവ് ലഭിക്കാത്തതിനാൽ വീണ്ടും കാപെക്സ് MD-യെ സമീപിച്ചു. ഇപ്പോൾ MD-യും കൈയൊഴിയുന്ന അവസ്ഥയാണുള്ളത്. കാപെക്സില് 2012-ൽ തന്നെ പെരുമ്പുഴ ഫാക്ടറിയിലേക്ക് സ്ഥലം മാറ്റിയായിരുന്നു. സ്ഥലം മാറ്റത്തിനെതിരെ നമ്മൾ കേസ് കൊടുത്ത് അങ്ങനെ ഡയറക്ടർ ഉത്തരവിറക്കി. കാപെക്സിന്റെ ഡയറക്ടർ ബോർഡിനോ MD-ക്കോ ചെയർമാനോ പെരിനാടിക്ക് 350-ആയിട്ടൊരു ബന്ധമില്ലെന്നും അവിടെ കയറി പോകലും സഹിതം ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനുശേഷം അവരിപ്പം 2022-ൽ ഇതന്നെ വീണ്ടും തന്നെ പെരുമ്പുഴ ഫാക്ടറിക്ക് സ്ഥലം മാറി. ആ 2014 ഉത്തരവും പ്രകാരം ഞാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധിക്കുകയും ആ വിധിക്കെതിരെ അപ്പീൽ പോവുകയും അപ്പീലിനകത്ത് കോടതി ആർബിട്രേഷൻ കോടതിയെ സമീപിക്കാൻ പറയുകയും ആർബിട്രേഷൻ കോടതി അന്നത്തെ നോട്ടീസ് ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. ആ വിധിക്കെതിരെ ഇവർ വീണ്ടും അപ്പീൽ പോവുകയും 4 മാസത്തെ സ്റ്റേ കൊടുക്കുകയും 4 മാസത്തെ സ്റ്റേ കഴിഞ്ഞപ്പോൾ അത് ജനുവരി 6-ാം തീയതി സ്റ്റേ പിൻവലിക്കുകയും സ്റ്റേ പിൻവലിച്ചതിന് ശേഷം ഞാൻ വീണ്ടും MD-യെ സമീപിക്കുകയും ജോലി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാളെ വരെ അത് തന്നിട്ടില്ല. അവർക്ക് MD-ക്കായിട്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. CPM അംഗവും സ്റ്റാഫ് യൂണിയൻ കൺവീനറുമായിരുന്ന തന്റെ ഗതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി പറയേണ്ടതില്ലല്ലോ എന്നാണ് ക്ലീറ്റസ് പറയുന്നത്. 30 വർഷമായി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും 48 മാസമായി യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. വിരമിക്കാൻ തുച്ഛമായ കാലം മാത്രമുള്ളതിനാൽ ബന്ധപ്പെട്ടവർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തൽസ്ഥാനത്ത് തന്നെ നിയമിക്കണമെന്നാണ് ക്ലീറ്റസിന്റെ ആവശ്യം. 4 വർഷം കഴിഞ്ഞു. ആനുകൂല്യങ്ങളൊന്നും തന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോഴും പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്നു. പാർട്ടിയുടെ ഞാൻ CPM-ന്റെ മെമ്പറായിരുന്നു. 365 രൂപ റിവ്യൂ എടുക്കുന്ന ഒരാളായിരുന്നു 1 വർഷം. പിന്നെ CIT-ന്റെ സ്റ്റാഫ് യൂണിയൻ കൺവീനറുമായിരുന്നു. ഈ നടപടി അവർ ജോലിക്ക് കയറ്റാന്നുള്ളതാണ്. ഈ വർഷം പിരിയുകയും ചെയ്തു. പെൻഷൻ എഴുതേണ്ടത് ഇവർ എഴുതാൻ പറ്റിയിട്ടില്ല. പെൻഷൻ എഴുതിയാൽ എനിക്ക് 1000 രൂപ പെൻഷൻ കിട്ടത്തില്ല. 30 വർഷം സർവീസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം 4 വർഷം കഴിഞ്ഞ് ഈ വർഷം ഡിസംബർ 30 പിരിയേണ്ട ആളാണ്. 35 വർഷം സർവീസ് ആകുന്നത്. 35 വർഷം സർവീസ് എഴുതാന്നുള്ള 1000 രൂപ പെൻഷൻ പോലും കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പെൻഷൻ 2 വർഷമായിട്ട് എഴുതായിട്ടിരിക്കും. ഈ അവർ എൻ്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കാതെ എനിക്ക് പെൻഷൻ എഴുതാനും പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.